ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്കാണ്. നമ്മളെ കേരളത്തിലെങ്ങുമല്ല, ഈ വട്ടം തമിഴ്നാട് പിടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ തെങ്കാശിയിലെ തിരുമലൈ കോവിലിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ മൂന്നാമത്തെ വട്ടമാണ് പോകുന്നത്. ഈ വട്ടം ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നു പോകണമെന്ന്. പക്ഷേ ഒന്ന് രണ്ട് വട്ടം ട്രിപ്പൊക്കെ മുടങ്ങി. അപ്പോൾ എന്തായാലും ഈ വട്ടം ഞങ്ങൾ എത്തി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൊട്ടാരക്കര ഗണപതിയെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെയും കയറി. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ താമസിച്ചു കേട്ടോ. പക്ഷെ ആ സമയത്ത് അമ്പലം അടച്ചു പോയി. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഒരു 4, 4:30 ആകുമ്പോഴാണ് അമ്പലം പിന്നെയും തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധനൂട്ടി പറയാണ് കേട്ടോ, ഇവിടെ എല്ലാവരും ഹിന്ദി സംസാരിക്കുന്നവരാണെന്ന്. അവളുടെ വിചാരം വേറെ എവിടെയെങ്കിലും ദൂരയാത്ര പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ ഹിന്ദിയും ഒക്കെ മലയാളം സംസാരിക്കത്തില്ലെന്ന്. പണ്ടെപ്പോഴോ പറഞ്ഞു കൊടുത്തതാണ് ഇവർ. ഞങ്ങൾ മറ്റൊരമ്പലത്തിൽ പോയപ്പോഴത്തേക്കിനും അവിടെ കന്നഡയാണ് സംസാരിക്കുന്നതെന്ന്. മൂകാംബിക പോയപ്പോഴാണെന്നാണ് തോന്നുന്നത്. അപ്പം അന്ന് തൊട്ട് ചോദിക്കും, ഇവിടെ ഈ ആൾക്കാർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിലും ചൂടാണെങ്കിലും നല്ലൊരു വൈബാണ് കേട്ടോ ആ അമ്പലം. ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് അവിടേക്ക് പോകുന്നത്. അവസാനം ഏകദേശം ഒരു 4, 4:30 ആയപ്പോഴത്തേക്കിനും അമ്പലം തുറന്ന് ഞങ്ങൾ തൊഴുത് കേട്ടോ. തിരക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ തൊഴുതിട്ടുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് നല്ല രസമാണെന്നറിയാമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആ അമ്പലത്തിൽ പോകുന്നെങ്കിൽ ഒന്നുകിൽ നല്ല വെളുപ്പിനെ പോകണം, അല്ലെങ്കിൽ വൈകിട്ട് പോകണം കേട്ടോ. വൈകിട്ട് നല്ല വൈബാണ് കേട്ടോ. ഇവിടെ നല്ല തണലായിരിക്കും, കാണാനും നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ലൊരു അമ്പലമാണ് കേട്ടോ. ഭയങ്കര പോസിറ്റീവ് വൈബാണ്. ഇതിനിടയ്ക്ക് വെച്ച് ധനൂട്ടി ഒരു കുരുത്തക്കേട് കാണിച്ചു. അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് വഴക്കിട്ടി. അതിൻ്റെ കരച്ചിലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളെ മനസ്സിനൊരു സമാധാനം കിട്ടുക ഇത്തരത്തിലുള്ള യാത്രകളാണല്ലേ. ഞങ്ങൾ മിക്കപ്പോഴും അമ്പലങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ പോവാറ്. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്നത് ഉണ്ട്, പിന്നെ ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിലും പോകുന്നതും ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തേങ്ങയൊക്കെ കിട്ടും കേട്ടോ. അത് ഇവിടുത്തെ നമ്മൾ മീനൊക്കെ ഉണ്ട്, അത് അമ്പലക്കുളമാണ്, അവിടെയൊക്കെ കൊടുക്കും. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇന്ന് നല്ലൊരു രസമായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം നിന്ന് സ്പെൻഡ് ചെയ്ത് അമ്പലത്തിലൊക്കെ തൊഴുത് നല്ല പോസിറ്റീവായിട്ട് ഞങ്ങൾ തിരിച്ച് യാത്ര വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഏകദേശം 5:30, 6 മണി ആവാറായായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ വ്യൂവും കാര്യങ്ങളും ഒക്കെ കാണാൻ. ഞങ്ങൾ ആദ്യമേ ക്യൂ ഇരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യമേ തൊഴുതിറങ്ങാൻ പറ്റി കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കിനും ഗ്രൗണ്ട് മൊത്തവും വണ്ടികളാൽ നിറഞ്ഞു കേട്ടോ. നല്ല തിരക്കായിരുന്നു. എന്തായാലും തിരക്കിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് തൊഴുതിറങ്ങാൻ പറ്റി. അത് ഞായറാഴ്ച ദിവസമാകുമ്പോൾ കുറച്ച് തിരക്ക് കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെ നല്ല രീതിയിൽ തൊഴുത് അവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് എല്ലാം കണ്ട് സന്തോഷത്തോടെ നല്ല പോസിറ്റിവിറ്റി ഫീലിങ്ങിൽ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് വെച്ച് അവൾക്കിത് കൊട്ടാരക്കര അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു സാധനം മേടിക്കാൻ ഞാൻ ഒട്ടും അവളെ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷേ ഇത് അപ്പൂപ്പനെ അമ്മമ്മയൊക്കെ സോപ്പിട്ട് അവൾ മേടിച്ച സാധനമാണിത്. അങ്ങനെ ഞങ്ങളിത് തിരിക്കുകയാണ്. ഇനി എന്താണ്, ഒരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വിശേഷം. അപ്പോൾ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈയിടെയായിട്ട് നമ്മുടെ വ്യൂസൊക്കെ വളരെ കുറവാണ്. ആർക്കും ഇഷ്ടമാവുന്നില്ല എന്ന് തോന്നുന്നു. എന്നാലും ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.